കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചേരാവള്ളി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. കായംകുളം ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചേരാവള്ളി യൂണിറ്റിന്റെ 33ാമത് വാർഷിക സമ്മേളനം നടന്നു. അസോസിയേഷൻ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. മാത്രമാണ് അംഗീകാരമുള്ള പ്രകടനം. അപ്പം നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഭംഗിയായി നടപ്പാനുണ്ട്. എല്ലാവിധമായ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മറ്റ് സംഘടനയുടെ കടന്നുകയറ്റമാണ് നമ്മുടെ യൂണിറ്റിൽ പല ആൾക്കാർക്കും ഒരു യൂണിറ്റിൽ തന്നെ ഒരാളെ കഴിച്ചാൽ തന്നെ 2 കോടി ഉണ്ടാക്കുന്നുണ്ട്. DR കിട്ടാണ്ട് അത് കിട്ടുന്നതിന് കായംകുളം ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ന്യൂസ് പറഞ്ഞ് നിങ്ങൾക്ക് പെൻഷൻകാർക്ക് ജീവനക്കാർക്ക് കൊടുക്കാനുള്ള തുക വലിയ താമസം കൂടാതെ ലഭിക്കും എന്നാണ് എന്തോ ആർട്ടിക്കിൾ 300 പ്രകാരം ലഭിക്കുമെന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഇതാണ് പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്ന് ആർട്ടിക്കിൾ 300 പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് കിട്ടും, പരമാവധി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ സമ്മേളനം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 18 വർഷത്തിലൊരിക്കലാണ്. ആലപ്പുഴ ജില്ലയിൽ 17-18 ബ്ലോക്കാണ്. അതിൽ നമ്മൾ 2 വർഷം മുന്നേ ഈ സമ്മേളനം നടത്തണ്ടായിരുന്നു. 2023 നടത്തണ്ട. അതിൻ്റെ ആ റൊട്ടേഷൻ അനുസരിച്ച് നിർഭാഗ്യവശാൽ കോവിഡുമായി ബന്ധപ്പെട്ട് 2 വർഷം സമ്മേളനങ്ങൾ പൊതുവെ നടന്നില്ല. അതുകൊണ്ടാണ് ഇത് 25ലേക്ക് മാറിയത്. കഴിഞ്ഞ വർഷം ചേർത്തല, 3 വർഷം ഹരിപ്പാട്, 25 കായംകുളം. യൂണിറ്റ് പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. വാർഷിക റിപ്പോർട്ട് യൂണിറ്റ് സെക്രട്ടറി ജോർജ് കോശിയും കണക്ക് ട്രഷറർ നരേന്ദ്രൻ ഉണ്ണിത്താനും അവതരിപ്പിച്ചു. കെ ഷറഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ബി ജീവൻ, പൊടിയൻ കണ്ടല്ലൂർ, ഇസഹാക്കു കുഞ്ഞ്, KR മുരളീധരൻ, TK കൃപാനന്ദൻ, N ഗോപാലകൃഷ്ണൻ നായർ, M ചെല്ലപ്പൻ, R രാജീവ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി R രാജനെ പ്രസിഡന്റായും PS സാജുവിനെ സെക്രട്ടറിയായും നരേന്ദ്രൻ ഉണ്ണിത്താനെ ട്രഷററായും തെരഞ്ഞെടുത്തു. 21 അംഗ യൂണിറ്റ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ്, കായംകുളം.